ഉത്തർപ്രദേശിൻ്റെ പടിഞ്ഞാറൻ മേഖലയാണ്. അപ്പോൾ അവിടെ RLD ഒക്കെ ഉള്ള മേഖല. സാധാരണഗതിയിൽ RLD ഒക്കെ തന്നെയും തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ഉപയോഗിക്കാറുള്ളത് ഇത്തരം വിഷയങ്ങളാണ്. ഇത്തവണ RLD NDAയിലേക്ക് മടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. പഞ്ചാബ് BJPക്ക് വലിയ സ്വാധീനമില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ പഞ്ചാബ്, ഉത്തർപ്രദേശിൻ്റെ പടിഞ്ഞാറൻ മേഖല, ഇനി ഹരിയാനയാണെങ്കിൽ തന്നെയും അത് ഏതെങ്കിലും തരത്തിൽ BJPയെ ഇലക്ട്രലായി ബാധിക്കാറില്ല. ഹരിയാനയിൽ എന്ത് സംഭവിച്ചാലും കഴിഞ്ഞ തവണ ഏതാണ്ട് 60% വോട്ട് BJPക്ക് ലഭിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് അതിൻ്റെ ഒരു സാധ്യത നമ്മൾ വലുതാക്കി കാണുകയാണ്. നികേഷ് സാറേ, ഇത് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം സാർ. ഇത് പത്മകുമാർ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ അല്ല, ഇത് നോൺ പൊളിറ്റിക്കൽ രാഷ്ട്രീയപരമായ കർഷക പ്രസ്ഥാനങ്ങൾ നടത്തുന്ന ഒരു സമരമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റിൽ അല്ല നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത്. കർഷക സമരത്തിൻ്റെ അവസാനം ഗവൺമെൻറ് കർഷക സംഘടനകളുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു. ആ ഉടമ്പടിയിൽ പറഞ്ഞിരുന്ന ഒരു കാര്യവും നടത്തിയിട്ടില്ല. ഇവിടെ നികേഷ് സാർ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ MSP ലീഗലൈസ് ചെയ്യുക, 4 ലേബർ കോഡുകൾ റദ്ദാക്കുക, ഇലക്ട്രിസിറ്റി അമെൻമെന്റ് ആക്ട് റദ്ദാക്കുക, കൃഷിക്കാരുടെ വായ്പകൾ എഴുതിത്തള്ളുക, സ്വാമിനാഥൻ ഫോർമുല അനുസരിച്ച് A2+FL ഫാമിലി ലേബർ ഉൾപ്പെടുത്തിയിട്ടുള്ള MSP, അതിന് പകരം C2+FL കോംപ്രിഹെൻസീവ് കോസ്റ്റ് പ്ലസ് ഫാമിലി ലേബർ ചേർത്തുകൊണ്ടുള്ള MSP മാനദണ്ഡം, ഇതെല്ലാം നടത്തുക. കഴിഞ്ഞ കർഷക സമരത്തിലുണ്ടായ കേസുകൾ പിൻവലിക്കുക. അതേസമയം തന്നെ ലഖിംപൂരിൽ ഉണ്ടായ കൃഷിക്കാരെ വെടിവെച്ച നേതാവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുക. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു നോൺ പൊളിറ്റിക്കൽ സ്ട്രഗിളാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ഗവൺമെൻറ് നേരിടുന്നത്, സാർ, ഇന്ന് ഡൽഹിയിൽ 144 പ്രഖ്യാപിച്ചു. ഹരിയാനയിലെ 7 ജില്ലകളിൽ ഇന്റർനെറ്റ് തടഞ്ഞു. ഡൽഹിയിലേക്കുള്ള എല്ലാ നാഷണൽ ഹൈവേയിലും ഇരുമ്പ് മുള്ളുകൾ വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ തവണ ഞങ്ങൾ ഈ കർഷക സമരത്തിന്റെ വേദിയിലേക്ക് എത്താൻ വേണ്ടി നാഷണൽ ഹൈവേയിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് മീററ്റ് റോഡിലേക്ക് പോയപ്പോൾ 6 വരി പാതയാണ്. ആ മീററ്റ് റോഡിൽ 6 വരി പാത ഇരുമ്പ് മുള്ളുകൾ കൊണ്ട് തടഞ്ഞു. ഞങ്ങൾക്ക് ഇവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറത്ത് ഈ വേദിയിൽ ചെല്ലാമായിരുന്നെങ്കിൽ ഞങ്ങൾ കിലോമീറ്ററുകളോളം ഗ്രാമങ്ങൾ കടന്ന് കൗസാമ്പി എന്ന ഗ്രാമത്തിലൂടെയാണ് ഞങ്ങൾ ഈ വേദിയിലെത്തിയത്. നാഷണൽ ഹൈവേ മുഴുവൻ ഇരുമ്പ് മുള്ളുകൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കർഷക സമരത്തെ ഗവൺമെന്റ് ഭയപ്പെടുന്നുണ്ട്. ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇവിടുത്തെ കർഷകർ ഇപ്പൊ വളരെ വളരെ സംഘടിതരാണ്. നേരത്തെ കർഷക പ്രസ്ഥാനങ്ങൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അനുബന്ധമായിരുന്നെങ്കിൽ കഴിഞ്ഞ കർഷക സമരത്തോടുകൂടി പെസൻസ് എ ക്ലാസ് ഇൻ ഇറ്റ് സെൽഫ് ഒരു വർഗമായിട്ട് ഇപ്പൊ അവർ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവരൊരു രാഷ്ട്രീയ തീരുമാനം എടുത്താൽ ഈ 3 സ്റ്റേറ്റുകളിലെ പഞ്ചാബ്, ഹരിയാന, UP തുടങ്ങിയ സ്റ്റേറ്റുകളിലെ രാഷ്ട്രീയത്തെ അത് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല, പ്രത്യേകിച്ച് ഇലക്ഷനെ. ശരി.